ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് എൻ്റെ ഈ ബാക്ക് സൈഡിൽ കാണുന്നതാണ്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപുഴ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തൊക്കെ 2-2.5 കിലോമീറ്റർ അടുത്തായിട്ടാണ്. അപ്പം ഇത് മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡുണ്ട്. പഞ്ചായത്ത് റോഡിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് റോഡ് സൈഡ് തന്നെയായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം റോഡ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വീടുകൾക്ക് എപ്പോഴും നമുക്കൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധയിൽപ്പെടും. ഈ വഴിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ എല്ലാവരും ഒരു നല്ല വീട് എന്നുള്ളൊരു ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ട്. വീടിൻ്റെ ഗേറ്റ് മതിലൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്നും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, മെയിൻ റോഡ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടാർ റോഡാണ് ഈ ഒരു വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വീടിൻ്റെ ഗേറ്റും മതിലിനെ കുറിച്ച് പറയുമ്പോൾ മതിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ധാരാളം ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് GS² ട്യൂബിൽ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്ത് തുറക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ വന്നിട്ട് നല്ല നീളത്തിലുള്ള ഒരു വീടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പല പല ഡിസൈനുകളൊക്കെ വന്നിട്ടുണ്ട്. ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ജിയുടെ സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള കുറച്ച് വർക്കുകളും അങ്ങനെയൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ധാരാളം LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് വീടിൻ്റെ എലിവേഷൻ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ ഗേറ്റ് തുറന്ന് നേരെ വരുന്ന സമയത്ത് വീടിൻ്റെ മെയിൻ കാർ പോർച്ച് ഈ കാണുന്നതാണ്. കവേർഡായിട്ട് ഒരു കാർ പോർച്ചാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ കാർ പോർച്ചിൽ ഒരു വാഹനം, ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു ചെറിയ വാഹനത്തിന് കൂടി ആ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 2 കാറുകൾക്ക് ഈ വീട്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ 2 വീലേഴ്സൊക്കെ നമുക്കൊരു 2-3 ഒക്കെ വയ്ക്കാനുള്ള സ്പേസും ധാരാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസൊക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ തന്നെയായിട്ട് കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ കയറിയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആ ഭാഗത്തായിട്ടാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിനുള്ള സ്രോതസ് കിണറാണ്. അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടർ എടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഇവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ ആ ഒരു സൈഡ് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. ഒരു പകുതിയോളം ഭാഗം വരെ അവർ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് ബാക്കിയുള്ള ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീടിൻ്റെ ഫ്രണ്ടേജും അതുപോലെ തന്നെ സറൗണ്ടിങ് ഏരിയാസൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതിൻ്റെ 2 സൈഡിലും വീടിൻ്റെ 2 സൈഡിലും വന്നിട്ട് ആളുകൾക്ക് കടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോർ വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു കുറച്ച് സ്പേസ് അവർ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതിനകത്തെല്ലാം മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഒരു ഏരിയ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലും സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള ഭാഗത്തും ഇതുപോലെ തന്നെ കുറച്ച് സ്പേസ് അവർ കെട്ടിയിട്ടിട്ട് അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെടി നടാനുള്ളൊരു സൗകര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ മെയിൻ ഡോർ തുറന്ന് കയറുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടെക്സ്ചർ വർക്കിലാണ് തീർത്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്.
നേരെ വീടിൻ്റെ ലിവിംഗ് റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫ്ലോർ വന്നിട്ട് വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് വിസിബിൾ ആയിരിക്കുന്നത് TV യൂണിറ്റിനുള്ള സ്പേസ് ആണ്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ TV യൂണിറ്റിന് വേണ്ടിയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓപ്പൺ ചെയ്യാവുന്ന ധാരാളം ഡോറുകളൊക്കെ വെച്ചിട്ടുള്ള ഷെൽഫുകളും താഴെയാണെങ്കിലും ഒത്തിരി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റിൻ്റെ ആ ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജനാലകൾ, ഇവിടുത്തെ വിൻഡോസ് വരുന്നത് 2 സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ വൈറ്റ് കൂടാതെ തന്നെ എല്ലാ കോർണറുകളിലും, അതായത് സൈഡ് വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു നമ്മുടെ വുഡൻ ഫിനിഷോട് കൂടി ഒരു ടൈല് കൂടി അവരൊരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫിലൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. വീടിനകത്തെല്ലാം തന്നെ കംപ്ലീറ്റ് LED ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. ആ ഒരു ലിവിങ് സ്പേസ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അവർ വുഡ് കൊണ്ടിട്ടാണ് ആ ഒരു എൻട്രൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻസ് ചെയ്തിട്ട് അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു ഫാമിലിയിലുള്ള 5 or 6 പേർക്കിരുന്ന് ഫുഡ് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ടേബിൾ ഇടാനുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ താഴെയുള്ള ഭാഗം അവർ കബോർഡുകളായിട്ട് തിരിച്ചിട്ടാണ് അവിടെയെല്ലാം തന്നെ ധാരാളം ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് അതിനടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാഷ് ബേസിൻ ഇരിക്കുന്ന ആ യൂണിറ്റിൻ്റെ ചുറ്റിനുമാണെന്നുണ്ടെങ്കിലും വുഡ് കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്ത് കബോർഡ് ഫെസിലിറ്റികളൊക്കെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വാഷ് ബേസിൻ വന്നിട്ട് ജാഗ്വാറിൻ്റെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ടാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ വന്നിട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഡൈനിങ് ഹാളിൻ്റെ എൻട്രൻസിലേക്കുള്ളതുപോലെ തന്നെ ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെയും എൻട്രൻസ് വന്നിട്ട് നല്ല രീതിയിൽ തന്നെ വുഡിൻ്റെ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഈ ഭാഗത്ത് അവരൊരു ചെറിയ ക്രോക്കറി ഷെൽഫ് കൂടി വെച്ചിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിൽ കാണാം. നിറയെ വർക്കുകളൊക്കെ തന്നെ ചെയ്തിട്ടാണ് LED ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചണിൻ്റെ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് ഒരു ഗ്രേ ആൻഡ് ഗോൾഡൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഭാഗത്തുള്ള കബോർഡുകൾക്കൊക്കെ ഗ്രേ കളറും മുകളിലൊക്കെ ഗോൾഡൻ കളറും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ 3 വിൻഡോസ് ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റൂഫിൽ വന്നിട്ടാണെങ്കിലും കിച്ചണിലൊക്കെ അവർ അത്യാവശ്യം വർക്കുകളൊക്കെ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. ഇവിടെ തൽക്കാലം അവർ വർക്ക് ഏരിയ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നീട് ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ആയി. കാരണം ഓൾറെഡി ഇതിൻ്റെ ഫ്ലോറിംഗ് എല്ലാം അവർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മുകളിലും സൈഡിലും മാത്രം ജസ്റ്റ് കവർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ തൊട്ടടുത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണെങ്കിലും ഓപ്പോസിറ്റും ഒക്കെ ഒരുപാട് വീടുകൾ കാണാം. ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ധാരാളം വിൻഡോസ് ആണ് ഈ ഒരു റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിലുള്ള വർക്കുകൾ പറയുകയാണെങ്കിൽ റൂഫിൽ മാത്രമല്ല കുറച്ച് താഴേക്ക് കൂടി വോളിലേക്ക് ഇറക്കിയിട്ടാണ് ഒരുപാട് വർക്കുകളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി ആർഭാടമായിട്ടല്ല, നല്ല ആവശ്യത്തിനുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ വുഡൻ ഫിനിഷോട് കൂടിയിട്ട് തന്നെയാണ് അവർ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നോർമൽ നമ്മൾ കാണുന്ന വലിച്ചു തുറക്കുന്ന വാർഡ്രോബുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് ഫെസിലിറ്റിയാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ റൂമിലേക്ക് കടക്കുമ്പോൾ ബാത്റൂം കാണാത്ത രീതിയിൽ വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ചെറിയ പാസേജിലൂടെ നമ്മൾ പോകുന്ന പോലെ പോയിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം അവർ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്താണെന്നുണ്ടെങ്കിൽ വോളിലും ഫ്ലോറിലും ഒക്കെ ആണെങ്കിൽ ഒരു വുഡൻ ആൻഡ് വൈറ്റ് കളറിലുള്ള ടൈലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ തിരിച്ചിവിടുത്തെ ഡൈനിങ് സ്പേസിൽ വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ മുകളിലത്തെ ഫ്ലോറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നിന്ന് താഴെ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാറുകൾ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് പെർഗോള രീതിയിൽ 3 ഓപ്പണിങ്സ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് വലിയ ഹാളല്ലാതെ ഒരു ചെറിയ ഹാളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിനകത്തൊരു TV യൂണിറ്റ് വെക്കാനുള്ള ഒരു സ്പേസ് അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ ഷെൽഫുകളൊക്കെ ആയിട്ടാണ് TV യൂണിറ്റ് അവർ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം നമ്മൾ താഴെ കണ്ടു, ബാക്കിയുള്ള 2 എണ്ണം മുകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ 2 ഡോറുകൾ നമുക്ക് കാണാം. ഈ ഒരു ഡോറ്, ആദ്യം കാണുന്ന ഡോർ വരുന്നത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം ഡിറ്റോ ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിലും വിൻഡോസ് ആണെങ്കിലും വാർഡ്രോബ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന ഈവൻ ആ ഒരു പാസേജ് പോലും സെയിം ഡിറ്റോ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ കുറച്ചുകൂടെ വോളിലേക്ക് താഴേക്ക് ഇറക്കിയുള്ള രീതിയിലൊക്കെ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ്രോബ് ആണെങ്കിലും സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു സെയിം യാതൊരു ചേഞ്ചും വരാത്ത രീതിയിൽ സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ വാഷ് ബേസിൻ അതെല്ലാം തന്നെ വന്നിട്ട് ജഗ്വാറിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ടൈലിൻ്റെ കളറിൽ മാത്രം കുറച്ചൊരു ചേഞ്ച് ഉണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറുള്ള ടൈലാണ് ഈ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഭാഗത്തൊരു ഡോറ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. സാധാരണ യൂട്ടിലിറ്റി സ്പേസിൽ ഇത്രയും നല്ലൊരു ഫ്ലോറിംഗ് ആരും ചെയ്ത് കാണാറില്ല. നല്ല ഭംഗിയുള്ള ഒരു ടൈല് തന്നെയാണ്, കളർഫുൾ ആയിട്ടുള്ള ടൈലാണ് യൂട്ടിലിറ്റി ഏരിയയിൽ അവർ കൊടുത്തിരിക്കുന്നത്. സൈഡും മുകളിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിലാണെങ്കിൽ ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ ഒരു ബെഡ്റൂം കണ്ടു. അതിനുശേഷം ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ഈ ഒരു ഹാളിലൂടെ നമ്മൾ വരുന്ന സമയത്ത് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമും അതുപോലെ തന്നെ ബാൽക്കണി സ്പേസുമാണ്. ഈ ഒരു TV യൂണിറ്റൊക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു, അവിടെ നിന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഹാളിൽ നിന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ 3rd ബെഡ്റൂമാണ്. ഇവിടുത്തെ ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് കുറച്ചൊരു ചേഞ്ച് വരുന്നത്. ചേഞ്ച് ഏകദേശം സെയിം തന്നെയാണെങ്കിലും സൈഡുകൾ തമ്മിൽ മാറുന്ന ഒരു ചേഞ്ച് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ റൂഫിലും താഴത്തെ പോലെ തന്നെയാണ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു വാർഡ്രോബ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റൂമുകളിലൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് അങ്ങോട്ടേക്കായിരുന്നു ഒരു പാസേജ്. അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കടന്നു വന്ന ആ എൻട്രൻസിൻ്റെ ഡോറ്, ആ ഡോർ അടയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു പാസേജ് നമുക്കിവിടെ വിസിബിൾ ആണ്. അതിലൂടെ പോയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാനിറ്ററി ഒക്കെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് യെല്ലോ കളറിലുള്ള കോമ്പിനേഷനിൽ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. നല്ല നീളത്തിലുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പകുതി വരെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഹാഫ് പോർഷൻ വന്നിട്ടാണെങ്കിലും ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയും മുകൾ ഭാഗത്തൊക്കെ വന്നിട്ട് നല്ല രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഏകദേശം ആ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗം തുടങ്ങിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വിസിബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിലുള്ള എന്ന് വെച്ചാൽ ഒത്തിരി റഷായ റോഡ് സൈഡല്ല, ഞാൻ പറഞ്ഞിരുന്നു.
ഒരു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും ഒക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ നല്ലൊരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഓപ്പോസിറ്റുള്ള ഭാഗമൊക്കെ ആണെങ്കിലും കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നല്ല പച്ചപ്പൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പം ഇത്രയും ഭംഗിയുള്ള ഈ വീടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാനിനി പറയാൻ തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ട വുഡിൻ്റെ വർക്കുകളെല്ലാം തന്നെ ഈ ഒരു വർക്കുകൾ വെച്ച് ബാക്കി മെയിൻ ഡോറുകളും അതുപോലെ തന്നെ കട്ടിളപ്പടി ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് സ്ഥലത്തിലാണ്. ഇവിടുത്തെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1900 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പം 4 സെന്റാണ് ലാൻഡ് വരുന്നത്. 1900 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. അതുകൂടാതെ ഇതൊരു 3 BHK ആണ്. ഒരു 3 ബെഡ്റൂമോട് കൂടിയ വീടാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. 75 lakhs ആണ് ഈ വീടിന് ഉദ്ദേശിക്കുന്നത്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാനും ഇതൊന്ന് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അപ്പോൾ അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.